നമസ്കാരം. ഇന്റർനെറ്റ് ഫോൺ കോളുകളിലൂടെ ചാനൽ 91നെ ഭീഷണിപ്പെടുത്തുന്നവരുടെ അറിവിലേക്കായി ഒരു കാര്യം ആദ്യമേ പറയാം. ഭീഷണികൾക്ക് വഴങ്ങി വാർത്തകളെ വളച്ചൊടിച്ച് ചാനൽ റേറ്റ് കൂട്ടാൻ ഈ ജനകീയ ചാനലിന് യാതൊരു താല്പര്യവുമില്ല. വാർത്തകൾ സത്യസന്ധമാണെന്ന് 100% ബോധ്യപ്പെട്ടാൽ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി അതൊക്കെയും ജനങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പറയുന്നത് ഒരു വിസ തട്ടിപ്പിന്റെ കഥയാണ്. വീടും പ്രമാണവും ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് ഉണ്ടായിരുന്ന ഒരു തരി പൊന്ന് വിറ്റ് കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ പണം കടം വാങ്ങി ജീവിതമൊന്ന് പച്ചപിടിപ്പിക്കാമെന്ന് മോഹിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറക്കാനിരുന്നവരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തവർ കൊച്ചി നഗരത്തിൽ ഇപ്പോഴും പുത്തൻ തട്ടിപ്പുകളുമായി സസുഖം വാഴുന്നു. ഒരു നിയമത്തിനും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വിസ തട്ടിപ്പ് നടത്തിയുള്ള ധനസമ്പാദനം ഇവർക്ക് പുതിയൊരു കാര്യമല്ല. സച്ചി സ്റ്റാഫിംഗ് സൊല്യൂഷൻ ഇടപ്പള്ളി കൊച്ചി എന്നതായിരുന്നു ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പേര്. മാനേജിംഗ് ഡയറക്ടർ രാഖി ഐസക്, ഭർത്താവ് സന്തോഷ് തോമസ്. രാഖി കേരളത്തിൽ നിന്നും പണം തട്ടിക്കുന്നുവെങ്കിൽ ഭർത്താവ് സന്തോഷ് തോമസ് അങ്ങ് US വരെ പണം തട്ടിപ്പ് കേസിൽ ജയിൽവാസം അനുഭവിച്ച ആളാണ്. തട്ടിപ്പിന് ഇരയായവർ സ്ഥിരമായി തങ്ങളുടെ പണം ആവശ്യപ്പെട്ട് ഇടപ്പള്ളി കൊച്ചിയിലെ സ്റ്റാഫിംഗ് സൊല്യൂഷനിൽ എത്താൻ തുടങ്ങിയപ്പോൾ ഇവർ കൊള്ളസംഘത്തിന്റെ പേരും സ്ഥലവും ചെറുതായി ഒന്ന് മാറ്റിപ്പിടിച്ചു. പുതിയ സ്ഥാപനത്തിന്റെ പേര് സൽമാൻ ട്രാവൽ ഏജൻസി തേവര കൊച്ചി. ഒരു മാസത്തിനുള്ളിൽ UK കെയർ ഹോം, കെയർ അസിസ്റ്റന്റ്, കെയർ ടേക്കർ എന്നൊക്കെയുള്ള ജോലികൾ ഉറപ്പ് നൽകിയാണ് 15 പരം പേരിൽ നിന്ന് 16 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തത്. അങ്ങ് UK ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്തു. 2.5 ലക്ഷം രൂപ ഇന്ത്യൻ മണി. ജീവിതത്തിൽ വരുംകാല സുന്ദര ദിനങ്ങൾ സ്വപ്നം കണ്ട് നിരവധി പേർ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് നൽകിയത്. എൻ്റെ പേര് ഷിജു മാത്യു. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. എൻ്റെ വൈഫിന് UK വേണ്ടി കെയർ ഗീവർ വിസ വാഗ്ദാനം ചെയ്ത് സച്ചി സ്റ്റാഫിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനം 22 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുവരെ വിസയോ ഒന്നും തന്നിട്ടില്ല. ഫേക്ക് COS തന്നതിന് ശേഷം അവർ പേയ്മെൻറ്റ് വാങ്ങിയതിന് ശേഷം അത് ഫേക്കാന്ന് പറഞ്ഞ പൈസ തിരിച്ച് ചോദിച്ചിട്ട് അവർ ഭീഷണിയാണ്. നീ പറ്റുമെങ്കിൽ പൈസ മേടിക്ക് എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരമൊക്കെ. ഇവരുടെ ഓഫീസിൽ ചെന്ന് പൈസ ചോദിക്കാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു SC/ST കാസ്റ്റ് പെൺകുട്ടി ഇരിപ്പുണ്ട്. അവളെ വെച്ച് ഭീഷണിപ്പെടുത്തലാണ് ഇവരുടെ സ്ഥിരം പരിപാടി. 2 വർഷമായിട്ട് ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി വരികയാണ്. ഉദ്ദേശം ഒരു 20ഓളം കുട്ടികളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഇവരെല്ലാം ഭീഷണിപ്പെടുത്തിയാണ് ഇവർ നിലനിന്ന് പോകുന്നത്. പൈസ ചോദിച്ച് ഓഫീസിലോ വീട്ടിലോ ചെല്ലാൻ സാധിക്കുന്നില്ല. അവരുടെ എല്ലാം പേര് അവർ കേസ് കൊടുക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അഡ്വാൻസായി 5 ലക്ഷം രൂപ നൽകിയ ഉടൻ COS നൽകി. പിന്നീടാണ് ഇവർ നൽകുന്ന വിസയുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും കൃത്രിമമായി ചമച്ചതാണെന്ന് ഈ പാവങ്ങൾ മനസ്സിലാക്കുന്നത്. 30 ദിവസങ്ങൾക്ക് പകരം മാസങ്ങൾ കടന്നുപോയി വിസയുമില്ല, നൽകിയ പണവുമില്ല എന്ന അവസ്ഥയിൽ തട്ടിപ്പിന് ഇരയായവർ തേവര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. തട്ടിപ്പ് സംഘത്തെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവിടെ വച്ച് 2 മാസത്തിനുള്ളിൽ വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് എഗ്രിമെന്റ് എഴുതുന്നു. വീണ്ടും സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ ഈ കേസ് ഇളമക്കര സ്റ്റേഷൻ പരിധിയിലാണെന്ന് പോലീസ് പറയുന്നു. ഇളമക്കര സ്റ്റേഷനിൽ പുതിയ കേസ് ഫയൽ ചെയ്യുന്നു. പക്ഷേ ഇളമക്കര സ്റ്റേഷനിൽ നിന്നും ഊർജിതമായ ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തട്ടിപ്പിന് ഇരയായവർ പരാതിപ്പെടുന്നുണ്ട്. പാവപ്പെട്ടവരുടെ പണം മോഷ്ടിച്ച രാഖി ഐസക്കും സന്തോഷ് തോമസും പഞ്ചനക്ഷത്ര ആഡംബര ജീവിതം നയിക്കുമ്പോൾ ഇപ്പോൾ അന്തിയുറങ്ങുന്ന കൂരകളിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ്, ഗതികേടിലാണ് തട്ടിപ്പിനിരയായവർ. സ്ഥല MLAയും ഇളമക്കര സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസേഴ്സും ഒക്കെ ചേർന്ന് ഈ തട്ടിപ്പ് സംഘത്തെ ഉടൻ ജയിലിലാക്കുകയും ഇവരുടെ പുതിയ തട്ടിപ്പ് കേന്ദ്രമായ സൽമാൻ ട്രാവൽ ഏജൻസി പൂട്ടിക്കെട്ടണമെന്നും ന്യായമായ ആവശ്യം ചാനൽ 91 അതിശക്തമായി മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.